തവനൂർ നിയമസഭാ മണ്ഡലത്തിലെ യുഡിഎഫ് പ്രചാരണത്തിനിടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ സൗജന്യ വിദേശയാത്ര വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ഭാവ ഹാജിക്കെതിരെ പോലീസ് കേസെടുത്തു. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. തിരൂർ സബ് ഇൻസ്പെക്ടർക്കാണ് നിലവിൽ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തവനൂരിലെ UDF സ്ഥാനാർത്ഥി VS ജോയിയുടെ വിജയത്തിനായി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു വിവാദമായ ഈ പ്രഖ്യാപനം. വോട്ടർമാരെയും പാർട്ടി പ്രവർത്തകരെയും ആവേശം കൊള്ളിക്കാൻ നടത്തിയ പ്രസംഗം ഒടുവിൽ നിയമക്കുരുക്കായി മാറുകയായിരുന്നു. 15 ദിവസത്തെ ഗൾഫ് യാത്രയാണ് ഭാവ ഹാജി വാഗ്ദാനം ചെയ്തത്. UDF സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന വാർഡ് അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിക്കാണ് ഈ വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കുകയെന്നായിരുന്നു പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് ഗോതയിൽ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം കുറ്റകരമാണ്. ഇത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വഴിവിട്ട നീക്കമായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. വാഗ്ദാനം ചെയ്ത പാക്കേജിൽ വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ ചിലവുകളും ഭാവ ഹാജി വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത്. നേരത്തെ ഈ പ്രസംഗത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് തേടിയിരുന്നു. തിരഞ്ഞെടുപ്പ് നിരീക്ഷണ വിഭാഗം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നുവെന്ന് പ്രാഥമികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ ഭാവ ഹാജി തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സ്ഥാനാർത്ഥി VS ജോയിയെ പ്രതിരോധത്തിലാക്കുമോ എന്ന ആശങ്കയിലാണ് UDF ക്യാമ്പ്. തവനൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ ഒന്നായിരുന്നു CP ഭാവ ഹാജിയുടേത്. എന്നാൽ പാർട്ടി തീരുമാനപ്രകാരം മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിക്ക് നറുക്ക് വീഴുകയായിരുന്നു. തന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കപ്പെട്ടതിലുള്ള പരിഭവമില്ലെന്ന് കാണിക്കാനും സ്ഥാനാർത്ഥിക്ക് വലിയ പിന്തുണ ഉറപ്പാക്കാനുമാണ് ഭാവ ഹാജി ഇത്തരമൊരു മെഗാ ഓഫർ മുന്നോട്ട് വെച്ചതെന്നാണ് സൂചന. യുവനേതാവായ VS ജോയി നിലമ്പൂർ നഗരസഭയിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് അദ്ദേഹത്തെ തവനൂരിലേക്ക് എത്തിച്ചത്. മണ്ഡലത്തിലെ ഭരണം പിടിക്കാൻ കോൺഗ്രസ് വലിയ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡല പരിധിയിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലും UDF അധികാരം പിടിച്ചെടുത്തിരുന്നു. ഈ ആത്മവിശ്വാസത്തിലാണ് മുന്നണി നിയമസഭാ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. LDFന്റെ ഉറച്ച കോട്ടയായി കരുതപ്പെടുന്ന തവനൂരിൽ VS ജോയിലൂടെ അട്ടിമറി വിജയം നേടാമെന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. എന്നാൽ പുതിയ വിവാദം ഇടതുമുന്നണി രാഷ്ട്രീയ ആയുധമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വോട്ടർമാരെ പണം നൽകിയോ വിദേശയാത്രകൾ ഓഫർ ചെയ്തോ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതാണെന്ന് LDF ആരോപിച്ചു. ഭാവ ഹാജിക്കെതിരെ കർശന നടപടി വേണമെന്നാണ് അവരുടെ ആവശ്യം. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൺവെൻഷനിലെ പ്രസംഗത്തിന്റെ മുഴുവൻ വീഡിയോ ദൃശ്യങ്ങളും പരിശോധിക്കും. സാക്ഷികളിൽ നിന്ന് മൊഴിയെടുക്കുന്ന നടപടികളും ഉടൻ ആരംഭിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരം സ്ഥാനാർത്ഥിയോ അദ്ദേഹത്തിന്റെ ഏജന്റുമാരോ വോട്ടർമാർക്ക് പാരിതോഷികങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അയോഗ്യതയ്ക്ക് വരെ കാരണമായേക്കുമെന്ന കുറ്റമാണ്. VS ജോയിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ കേസ് തിരിച്ചടിയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ഈ വിഷയം സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതേസമയം ആവേശത്തിന്റെ പുറത്ത് പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ രാഷ്ട്രീയമായി പർവ്വതീകരിക്കുകയാണ് എതിരാളികൾ ചെയ്യുന്നതെന്നാണ് UDF പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് CP ഭാവ ഹാജിയെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചു വരുത്തും. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം കേസുകൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ജനാധിപത്യത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ട നേതാക്കൾ തന്നെ നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേസിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും.